ശ്രീ പി കെ ബഷീർ. ഈ അംബേദ്കർ ഗ്രാമം ഇങ്ങനെയുള്ള ഈ പദ്ധതികൾ ഒക്കെ ഇപ്പോൾ ഗവൺമെൻറ് ഉത്തരവ് കൊടുക്കുകയാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് ഇങ്ങനെ സാർ. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ തന്നെ സാർ 3 വർക്ക് ഊരാളുകളിന് കൊടുത്തിട്ടുണ്ട്. ഒരു വർക്ക് തുടങ്ങിയില്ല. ഈ 1000, 500, 250 കോടി വർക്കില്ല കൂട്ടർക്ക് തന്നെ ഈ ആദിവാസി കോളനിയിലെ 1 കോടി രൂപയുടെ വർക്കും ഇവർക്ക് തന്നെ കൊടുത്തിട്ട് ഒരു പണി നടക്കണില്ല. എന്തിനാ സാർ ഈ ഏർപ്പാട് നടക്കണേ? ഒന്നുകിൽ ഈ പിന്നെ നിർമ്മിതിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലോ അല്ലെങ്കിൽ ടെൻഡർ ചെയ്തോട്ടെ. ഇതങ്ങനെ എല്ലാ ചെറിയ ഏർപ്പാടും ചോദ്യത്തിലേക്ക് വാ സാർ. ഞാൻ പറയട്ടെ സാർ, ഇതൊരു വിഷയം. ഇങ്ങനെ ഇത് ഊരാളുകളുടെ കുറ്റം പറയല്ല. ഓർക്ക് 500, 50, 100, 150 കോടി രൂപയുടെ വർക്ക്, ഇവിടെ 1 കോടി രൂപയുടെ പാവപ്പെട്ട ആദിവാസികൾക്കിന്റെ വർക്ക്. ഇതിവിടെ ഒരു ഓർഡർ കൊടുത്തിട്ട് അത് നടപ്പിലാകാൻ എന്താ മന്ത്രി ഇതിനെ അർത്ഥം? അവരെ പ്രതിപക്ഷിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയല്ലേ ഈ പദ്ധതി? അത് നടപ്പിലാക്കാൻ നടപടി ഉണ്ടായിട്ട് അല്ലാതെ എല്ലാം കൂടി വലിയ ആൾക്കാർക്ക് കൊടുക്കില്ല. സാർ ഇതിൽ പിന്നെ അങ്ങനെ ഊരാളിങ്ങിന് തന്നെ കൊടുക്കണമെന്ന് ആ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല സാർ. സാർ അതിൻ്റെ ഉത്തരവിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏത് ഏജൻസിനെയാണ് ഏൽപ്പിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് അതാത് MLA-മാർക്കാണ് സാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ MLA-മാരാണ് പറയട്ടെ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞോ. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞോ. സാർ ആ ഉത്തരവ് വായിച്ചു നോക്കണം സാർ. ആ ഉത്തരവിൽ കൃത്യമായിട്ട് ഏജൻസിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം MLA-മാർക്കാണ് സാർ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് LSCDനെ നമുക്ക് ചുമതലപ്പെടുത്താം. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ കീഴിലുള്ള അക്രഡിറ്റ് ഏജൻസികളെ ചുമതലപ്പെടുത്താം എന്നുള്ള കാര്യം സംബന്ധിച്ച് അതാത് MLA-മാർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് സാർ.